ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാൻ പി വി ഹംസ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. The existing members has to go എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നിലവിലുള്ള അംഗങ്ങളെ മാറ്റാൻ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നിലവിലുള്ള അംഗങ്ങളെ മാറ്റാതെ എങ്ങനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുക? നടക്കില്ലല്ലോ. നിലവിലുള്ള അംഗങ്ങളെ മാറ്റാൻ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. We cannot say that the existing members has to go എന്നാ പറഞ്ഞത്. പിന്നെ ഷഫിൾ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെടുത്തിക്കോളാൻ പറഞ്ഞു, 2 ആളെ ഫില്ല് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ AG അപ്പോഴും അഡ്വക്കേറ്റ് ജനറൽ അപ്പോഴും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അനുവാദത്തിനായി പലതവണ കോടതിക്ക് മുമ്പിൽ ബെഗ് ചെയ്തു. അപ്പോൾ കോടതി വീണ്ടും പറഞ്ഞു, നിങ്ങൾ ആ 2 ആളെ വെക്കാന്ന് ഇവിടെ കോടതിയിൽ പറഞ്ഞതാണല്ലോ, നിങ്ങൾ പറഞ്ഞതാണ് ഇവിടെ കോടതിയിൽ 2 ആളെ വെക്കാൻ, ആ 2 ആൾ അടക്കമുള്ളവരെ വെച്ച് പൂർണ്ണതോതിൽ സെക്ഷൻ 14 പറയുന്ന പൂർണ്ണതോതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ കോടതിയിൽ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പറഞ്ഞു AG 2 ആളെ വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയില്ല എന്ന വാക്ക് തന്നെ അവിടെ പറഞ്ഞു. അപ്പോൾ കോടതി വീണ്ടും പറഞ്ഞു, നിങ്ങൾ ആ 2 ആളെ ആദ്യം വെക്കൂ, നിങ്ങൾ വെക്കാമെന്ന് സമ്മതിച്ചതാണല്ലോ, ആ 2 ആളെ ആദ്യം വെച്ച് വരൂ എന്ന് കോടതി നിർദ്ദേശിക്കുകയാണ് അവരോട് ചെയ്തത്. 2 ആളെ വെച്ച് ഷഫിൾ ചെയ്തോളൂ, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഇനി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ ചെയ്യണ്ട എന്നർത്ഥം വരുന്ന രീതിയിലും സംസാരിച്ചു. കോടതിയുടെ ചെലവിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട, കോടതി അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നില്ല. നമുക്കറിയാം, കോടതിയുടെ മുമ്പിലുള്ള ഫയലുകളിലെ പ്രധാന പ്രേയർ ബോർഡ് പിരിച്ചുവിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ്. സെക്ഷൻ 14 അനുസരിച്ചുള്ള പൂർണ്ണതോതിലുള്ള പ്രാതിനിധ്യം അതിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ്. അത് അലോ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഈ പറയുന്നതിൽ അർത്ഥമുള്ളത്? അത് അലോ ചെയ്തിട്ടില്ലല്ലോ. ബോർഡിന് മുകളിൽ ഒരാളെ കൊണ്ട് പ്രതിഷ്ഠിച്ചു, അതെടുത്ത് വലിച്ചെറിഞ്ഞല്ലോ. ബോർഡ് ഇന്നലെ നടത്തിയ ജുഡീഷ്യൽ സിറ്റിങ്ങിനെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നിയമത്തെറ്റാണ് ബോർഡ് ചെയ്തതെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു അവർക്ക് അങ്ങനെ മീറ്റിംഗ് നടത്താനുള്ള അധികാരമുണ്ടല്ലോ എന്ന് കോടതി നിരീക്ഷിച്ചു. 2 കാര്യം കൂടിയും മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ അത് സത്യസന്ധയുടെ ഭാഗമാണല്ലോ. ഒന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുത്തരുത് എന്നത് നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തത്, മേജർ പോളിസി മാറ്ററിൽ തീരുമാനമെടുക്കരുത്. ഈ 2 കാര്യം മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു കുഴപ്പമില്ല. ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഒന്നല്ലല്ലോ, കൺസ്ട്രക്ഷൻ കമ്പനിയല്ല, നമുക്കതിന്റെ ആവശ്യം. ബോർഡുമായി ബന്ധപ്പെട്ട കോടതി ഇടപെടലുകളെ കുറിച്ചുള്ള പ്രതികരണമാണ്, സർക്കാർ നിലപാടിനെ കുറിച്ചുള്ള പ്രതികരണമാണ്.